നന്നല്ല. ആ പ്രശ്നം അതാണ്. ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ കിടക്കണ എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് ആ വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ, സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? സുഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ, പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അതാണ് പ്രശ്നം. തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും പറഞ്ഞേ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതാണ് സംഭവം. അതായത് നായ ഛർദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദിച്ചത് തന്നെ പിന്നെ തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കണത്. മനസ്സിലായില്ലേ? ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് നീ വീണ് പോയാൽ ആരാണ് നീ നായയാണ്. എന്താണ്? തെറ്റുകൾ ആവർത്തിക്കുന്നു. സുഭാഷിതം എന്താ പറയണത്? 26:11 ഭോഷൻ തെറ്റുകൾ ആവർത്തിക്കുന്നു, അവൻ ഛർദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന്. അപ്പം നിങ്ങൾ വിട്ടുപേക്ഷിച്ച തെറ്റുകളെ, തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവതിരുസന്നിധിയിൽ ഛർദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണ്. ഛർദിച്ച് തിന്നുന്ന നായക്കുള്ള കുഴപ്പം എന്താണ്? മക്കളുടെ അപ്പം കിട്ടത്തില്ല. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവനാസാനം. മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവൻ മരിക്കുകയില്ല. അതാ സംഭവം. മക്കളുടെ അപ്പം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വയറ്റിലേക്ക്, ഉടമ്പടി സിൽവർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിനോടുള്ള മനുഷ്യനുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിന്റെ തിരുമനസ് നിങ്ങൾ അറിയാതെ യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതായത് ഇന്ന് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരിയുമായിട്ടുള്ള യേശുവിൻ്റെ അതായത് ഡിസ്കോഴ്സാണത്, സമരിയൻ ഡിസ്കോഴ്സ്. അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 12 പേരെയും. അപ്പോൾ ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ, എൻ്റെ അച്ഛ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിലിരുന്ന് കരഞ്ഞു പോയെന്ന്.
ഞാൻ വിചാരിച്ചു എന്നാ പരിപാടി? അതല്ല അച്ഛാ, ആ സമരക്കാരിയെ വിശ്വാസത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ 12 പേരെയും പറഞ്ഞു വിട്ടില്ലേ? ഒരാൾക്ക് എന്തിനാണ് ഭക്ഷണം മേടിക്കാൻ 12 പേരെയും പറഞ്ഞു വിട്ടത്? ഞാൻ തന്നെ വിളിച്ചു പോയി. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണീര് ചൊരിയുന്നു. ആരെക്കുറിച്ച് ഓർത്തിട്ടാ? മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട്. ഒരു വിശുദ്ധിയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ പറയുന്നത്, അയാളോട് ഈശോ പറഞ്ഞത് ഞാൻ 12 പേരെയും പറഞ്ഞു വിട്ടായിരുന്നെന്ന്. എന്തിനാണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് നാട്ടുകാരെ കേൾപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവരോട് പറയേണ്ടതല്ലേ. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് കർത്താവ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരുടെയും പ്രശ്നം അതാണ്. എന്താണ്? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു അനുഭവമാണ് ശരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കുന്നത്. അനുതാപം ആരംഭിക്കുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറയത്തില്ല. എന്താ പറയണം? ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും. അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത്? അനുതാപം ഒരു പ്രോഡക്റ്റാണ്. എന്തിൻ്റെയാണ്? ദൈവസ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും കർത്താവേ എനിക്ക് കൊടുക്കാനേ പറയും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല, പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഹരിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ. അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിക്കാം. സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസ്നേഹത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം മുന്തുന്ന അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും. നിരന്തര അനുതാപം അത് പ്രോസസ്സാണ് മരണം വരെ. അതാണ് 10 ദിവസമൊക്കെ ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി എന്നൊക്കെ പറയുമ്പോഴും ഗ്രീക്കുകാരൻ പറയും കാറ്റാഫിലയോൺ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. മരണം വരെ കരഞ്ഞൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ താക്കോല് കിട്ടിയ അധികാരം കിട്ടിയ ആൾ. അയാൾ പഠിച്ച ആളല്ല, അയാൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് 10 ദിവസം പോയിക്കൊണ്ടേയിരുന്നു. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബദനിലെ മറിയത്തിന് സംഭവിച്ചത്. മറിയം ദാഠ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കാര്യം മറിയം യേശുവിൻ്റെ വലിയ ആളായിരുന്നല്ലോ. യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത ഭയങ്കര ബഹളമൊക്കെ കാണിച്ച് കർത്താവിന് വേണ്ടി ഭക്ഷണം ചെയ്യുമ്പോഴും മറിയം കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ വചനം കേട്ട് അവിടെ ഇങ്ങനെ സാഗൂതം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഇൻറ്റിമസി ആയിരുന്നു. പക്ഷേ ആ വചനം കേൾക്കാൻ തന്നെ അവൾക്ക് ത്രില്ലടിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് അവളിൽ നിന്ന് മാറ്റപ്പെടുക. വചനം കേൾക്കാനുള്ള അഭിനിവേശവും അഭിഷേകവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാർത്ത ബഹളം ഉണ്ടാകും, പറയും കർത്താവ് പറയും ഐ ആം സോറി മാർത്ത, ഇവൾക്കിത് അഭിഷേകമായിട്ട് കിട്ടിയിരിക്കുന്ന വചനം അത് അവളിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്നാണ് തോന്നണമെന്ന് പറയും. അത് ദൈവം കൊടുത്തൊരു വരമാണ്. ദൈവം ആ വരം തിരിച്ചെടുത്താൽ മാത്രമേ അവൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ ദൈവം ആ വരം തിരിച്ചെടുക്കാൻ തയ്യാറല്ല. അപ്പം അതുകൊണ്ട് നീ നിൻ്റെ ജോലി തന്നെ പെട്ടെന്ന് കൂട്ടിയിട്ട് കറികളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് നീയും വന്ന് എൻ്റെ കൂടെ ഇരിക്കും ഇവിടെ പോയി, അതാണ് എനിക്കിഷ്ടമെന്ന് ഈശോ പറയും. എന്ത് രസമാണ് ആ ഡിസ്കോഴ്സ് കേൾക്കാൻ, മനോഹരമാണ് ശരിക്കും. അപ്പം അത് ഞാനത് പറയാം. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ടതേ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മകളെ തനിച്ച് വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവൾ ബേസിക്കായിട്ട് നല്ലവളാണെന്ന് തോന്നുകയാണ്. അതാണ് ഈ ബേസിക്കായിട്ട് നല്ലവനാകണമെന്ന് എപ്പോഴും നല്ലതാണ്. എന്നുവെച്ചാൽ ഒരു അവസരം വന്നാൽ ദൈവത്തിന് വേണ്ടി നാം ഒരു നിലപാടെടുക്കുന്നവരാണ് ബേസിക്കായിട്ട് നല്ലവർ. അപ്പം അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അവരോട് അത് പറയുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിട്ട് സംസാരം തീരണില്ല. കാര്യം ഇത് വലിയൊരു നീണ്ട കഥയാണല്ലോ. അപ്പോൾ 10 ദിവസം ഭക്ഷണം കൊണ്ട് വന്നിട്ട് അകലെ നിൽക്കുകയാണ് വെയിലത്ത്. ഞാൻ ആ കിണറ്റിൽ പോയിട്ടുള്ളതാണ്.
കർത്താവ് ഇരുന്ന് സംസാരിച്ച കിണർ ഇപ്പോഴും ഉണ്ട് സമരയാക്കി. അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര മഞ്ഞ നിറവാണ്. അവിടെ വെള്ളമൊന്നുമില്ല, കിണറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളമില്ലാത്ത കാരണം മരുഭൂമി പോലുള്ള സ്ഥലമാണ് സമരിയയിൽ യാക്കോബിൻ്റെ കിണർ. അവിടെ ഇരുന്നാൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കിണറിൻ്റെ അരികിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്ത് കഷ്ടമാണ്. ഒരാത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കിണറ്റിൻ്റെ കരയിൽ 43 ഡിഗ്രി ചൂടാണ് അപ്പോൾ ഉള്ളത്. അപ്പൻ്റെ ടെമ്പറേച്ചർ 43 ഡിഗ്രിയാണ്. ആ ചൂടിൽ ഇവളെയും കാത്ത് ഇവളോട് സംസാരിക്കാൻ നിൽക്കണം കർത്താവ്. എന്ന് വെച്ചാൽ അതുപോലെയുള്ള ജനലക്ഷങ്ങളാണ്, ഇനി കോടികളാണ് ഭൂമിയിലേക്ക് വരുന്നത്. അവർക്കെല്ലാം വേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതലും കാത്തു നിൽപ്പും എന്ന് വെച്ചാൽ നമ്മുടെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. എന്നിട്ട് സംസാരം തീരാത്തപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പത്രോസ് പറയും, ഗുരു ഭക്ഷണം. അപ്പോൾ പത്രോസിനോട് ഈശോ പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയും. അപ്പോൾ പത്രോസിനത് സുവിശേഷം മനസ്സിലാകത്തില്ല. പത്രോസ് ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളെക്കാൾ നേരത്തെ ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചേർത്ത് തന്നെ വന്ന് ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും. പക്ഷേ സംസാരം എല്ലാം പിരിഞ്ഞ് പോകുമ്പോൾ അവൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോയിട്ട് വലിയ സുവിശേഷ വേലയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. അതിനുള്ളിൽ കർത്താവ് പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താ എൻ്റെ ഇഷ്ടം? എൻ്റെ ഭക്ഷണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ അടയാളങ്ങളില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു നീല ഉടമ്പടിക്കാരും ചാര ഉടമ്പടിക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അടയാളങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ആ ഒരു മച്ചൂരിലേക്ക് ഉടമ്പടി ചെല്ലുമ്പോഴേ ദൈവേഷ്ടം അന്നു വേണ്ട ആഹാരം ഡെയിലി ബ്രെഡായിട്ട് നമ്മളതിൽ കഴിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കും. അനുദിന ജീവിതത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥൻ. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം ബീന വിജയൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:51 മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് ഒരു അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണ്. അന്ധനെ കാണുമ്പോൾ ഈശോ ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ അവനെന്ത് പറയും? എനിക്ക് കാണണമെന്ന് പറയും. അപ്പം നമ്മൾക്ക് പെർട്ടിക്കുലറായിട്ട് ഇപ്പം ബീന വിജയൻ എന്താ കർത്താവിനോട് ചോദിച്ചത്? എനിക്ക് ജോലി വേണം, പക്ഷെ ഞാൻ ടീച്ചറാണ്, എനിക്ക് രാവിലെ പോകണം, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, വൈകുന്നേരം വരണം. അങ്ങനെ ഒരു നേഴ്സിന് ജോലി കിട്ടുക, പക്ഷേ എനിക്ക് ജോലി തരണം, എനിക്ക് കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ. അപ്പം ഞാൻ എന്ത് 10:51 പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ത് പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണതല്ലേ, അത് നടക്കും. നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, അത് 10:51 പ്രകാരം നടക്കും. ജപ്തി ആയാലും സ്ഥലമില്ലെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിലും നിങ്ങളെ പിരിച്ചുവിട്ട കമ്പനി തിരിച്ചെടുക്കണമെങ്കിലും എല്ലാം നടക്കും. നിങ്ങൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യണം? നിങ്ങളെ ഉടമ്പടിയിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് നമുക്കൊരു അന്വേഷണമുണ്ട്. ഉടമ്പടി ഒരു അന്വേഷണമാണ്. എവിടെയാണ്, ഏത് മേഖലയിലാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എനിക്ക് നിറവേറ്റിപ്പോകും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവവചനം അതിന് അനുപേക്ഷണീയമായ ഒരു ജീവിത പുനഃക്രമീകരണവുമാണ് ഉടമ്പടി ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് വരുമ്പോൾ ഒരു ഭാഗം കഴിയുമ്പോൾ, അടയാളങ്ങളുടെ ഒരു കാലം കഴിയുമ്പോൾ, നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. ബൈബിള് ഒരു 15-ാം അധ്യായം പറയും. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു 18 അധ്യായം ഉണ്ടെന്ന്, 16 അധ്യായമുണ്ട്. 16 അധ്യായം എന്ന് പറയുമ്പോൾ 8 അധ്യായം കഴിയുമ്പോൾ പിന്നെ അത്ഭുതങ്ങളില്ല. യോഹന്നാന്റെ സുവിശേഷം എത്ര ഉണ്ട്? 21 അധ്യായങ്ങളുണ്ട്. ആ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളില്ല. 11-ാം അധ്യായത്തിൽ വെച്ച് ക്ലോസ് ചെയ്യും, ഷഡ് ചെയ്യും. എല്ലാ അടയാളങ്ങളും ഷഡ് ചെയ്യും. ലൂക്കാന്റെ സുവിശേഷത്തിൽ അത് തന്നെ സംഭവം. 24 അധ്യായങ്ങളുണ്ട്. 12 അധ്യായത്തിൽ വെച്ച് അടയാളങ്ങൾ ക്ലോസ് ചെയ്യും. അടയാളം ഒരു കാലമാണ്, ദൈവത്തിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നൊരു കാലമാണ്. പിന്നെ നമ്മൾ അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം ജീവിക്കും. നമ്മൾ അടയാളമില്ലെങ്കിലും അമ്മയോടൊപ്പം ജീവിക്കും. എന്താ കാര്യം? അടയാളമെന്ന് പറയണത് അന്നു വേണ്ട ആഹാരം പോലെയാണ്. എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്
എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താണ് കാര്യം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. ചില കാര്യങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അടയാളം കിട്ടുന്ന വെള്ളിയാണെങ്കിൽ അടയാളം കിട്ടാതെ തന്നെ നിലനിൽക്കുകയും അതേസമയം നീ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ദൈവഹിതമാകുകയും സ്വർണ്ണമാകുകയും ചെയ്യും. അതെന്താ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒരു സാക്ഷ്യം, ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം. അവർക്ക് കുറേ 8 കൊല്ലമായിട്ട് മക്കളില്ല. 8 കൊല്ലമായിട്ട് മക്കളില്ല. മെനയെന്നത്തെ സാക്ഷ്യമാണ്. 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ശാസ്ത്രീയമായ മേഖല നോക്കിയിട്ട് അവർക്ക് മക്കളില്ല. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് തന്നെ അവർ ആ ആഴ്ചത്തിന് അവർ പ്രഗ്നൻ്റ് ആകും. പക്ഷെ എത്രയാണ്? ആ 8 കൊല്ലത്തെ കുടിശ്ശിക അരിയറും തീർത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഒരു കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ അതിനെ വളർത്തി പാലുകുടി മാറണമെങ്കിൽ എന്നെ 2.5 കൊല്ലം വേണമല്ലോ, അല്ലേ? അപ്പോൾ 3 പിള്ളേർക്ക് എത്ര കൊല്ലം വേണം? 2.5 വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 8 കൊല്ലം വേണം. അപ്പോൾ 8 കൊല്ലം പിള്ളേരില്ലായിരുന്നിട്ട് 8ാമത്തെ കൊല്ലം ഉടമ്പടി എടുത്തപ്പോൾ 3 പിള്ളേർ ഒരുമിച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഒറ്റ ആശുപത്രി കിടപ്പേ ഉള്ളതിൻ്റെ അത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കൊച്ചിനും പോയി ആശുപത്രി കിടക്കണ്ടേ? 1 ലക്ഷമോ 1.5 ലക്ഷമോ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം പോലെ അപ്പോഴപ്പം മുടക്കണം. ഇത് ഒറ്റ ആശുപത്രി കിടപ്പം 3 പിള്ളേർ 8 കൊല്ലം ഒന്നിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഈ സാക്ഷ്യം ആവർത്തിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾ 12 കൊല്ലം മക്കളില്ല, 12ാമത്തെ കൊല്ലം 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രസവിക്കും. ആ പഴയ സാക്ഷികൾ നോക്കിയാൽ മതി. എത്ര ഇത്രയും നാളിലെ കുരിശുകയും അരിയറും ചേർത്ത് ഒരുമിച്ച് തരാൻ ദൈവത്തിന് കഴിയും. 4 ആശുപത്രി കിടപ്പും 4 പ്രസവ ലീവിന് പകരം ഒറ്റ പ്രസവ ലീവും ഒറ്റ ആശുപത്രി കിടപ്പും ഒറ്റ തവണ തീർപ്പാക്കും കണ്ട്. ഇത് ദൈവത്തിന് കഴിയണതാണ്. അതാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ദൈവം ചെയ്യണത് കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമാണ്. അതായത് ദൈവം ഒറ്റത്തവണ തീർപ്പാക്കിയിട്ട് ഇത്രയും നാളിൽ നിൻ്റെ കണ്ണീരിനെല്ലാം ഒറ്റ ഉത്തരം തരും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഈ വിഷയത്തിൽ. ദൈവം ഇത്രയും നല്ലവനായിട്ടും ദൈവം ഇത്രയും കൃത്യമായിട്ടും ദൈവം അരിയറ് ചേർത്ത് കുടിശ്ശിക സഹിതം കൊടുക്കുമ്പോഴും ആ വ്യക്തിക്ക് നിനക്ക് 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഈ 4 കുഞ്ഞുങ്ങളും നീ വളർത്തി വഴിപിഴച്ചവളാക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ്? 4 ആത്മാക്കൾ ജന്മങ്ങൾ നിൻ്റെ കൈ കിട്ടി പാഴാകത്തില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. മക്കളില്ലെന്നല്ല നീ പറയേണ്ടത് ദൈവത്തോട്. ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനെ എൻ്റെ രക്തസാക്ഷിയായി നിന്നാലും ശരി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞിനെപ്പോലെ വളർത്തുമെന്ന് നീ പറയണം. അത് പറയാൻ നീ തയ്യാറാണെങ്കിൽ നീ ഇങ്ങനെ വിഷയം പോലെ പ്രസവിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിനെ എനിക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ കണ്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ദൈവത്തിന് ഒന്നും പഞ്ഞമില്ല. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് 6:36 ലൂക്കാൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്താണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ദൈവസ്വഭാവത്തിലേക്ക് കൺവേർഷൻ സംഭവിക്കണം. ഇതിനാണ് നിരന്തര അനുതാപം എന്ന് പറയണത്. നിരന്തര അനുതാപം എന്ന് പറയുമ്പോൾ അമളി പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകണം. അനുതാപം തുടങ്ങണത് സമ്മതിക്കാൻ തയ്യാറ്. ഇപ്പോൾ കാനംകാരിയോട് കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ അവളെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് റൈറ്റ് മൈ ലോർഡ്, ഐ ആം എ ഡോഗ്. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെ വീണ്ടും അനുതാപമില്ലാതെ വീണ്ടും ഞാൻ നായി ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തന്നെ എന്ന് പറഞ്ഞാൽ ചെയ്ത് തെറ്റ് തന്നെ പിന്നെയും ചെയ്യുന്ന ആളാണ് ഞാനൊരു നായയാണ്. അതാണ് സംഭവം. അതായത് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നായെ ഛർദ്ദിച്ചത് തന്നെ, അത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. നായ്ക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്ത തെറ്റ് തന്നെ തെറ്റാണെന്ന് തന്നിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും, അച്ഛനായാലും കപ്പലായാലും കർത്തനായാലും ആരായാലും, ഇനി കത്തോലിക്കനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും നായ തന്നെയാണ്. തെറ്റുകൾ ആവർത്തിക്കണമെങ്കിൽ അവൻ ഒരു നായയാണ്. അതൊക്കെ നായ ഛർദ്ദിച്ചത് തന്നെ. പിന്നെ ഇപ്പം അനുതാപം എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ കൂടിയാണ്. അനുതാപത്തിൻ്റെ ആരംഭം എവിടുന്നാണ് തുടങ്ങണത്? ആദ്യമേ തന്നെ അതിൻ്റെ ABCD എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ.
കൃപാസനത്തിൽ പരിശുദ്ധ കുർബാന കൈമാറ്റം ചെയ്യുമ്പോൾ അതിക്ക് മുമ്പ് മനസ്താപനം ചെലുത്തിരിക്കും. എന്താ കാര്യം? മേലിൽ പാപം ചെയ്യില്ലെന്നും എന്നാ പറയണേ. അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? നമുക്കറിയാമല്ലോ, നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങൾ ഒന്നെന്താണ്? മേലിൽ പാപം ചെയ്യാതിരിക്കുന്നതാണ്. അത് അക്രൈസ്തവനായാലും ക്രൈസ്തവനായാലും പഴയ തെറ്റുകൾ ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞാൽ അന്ന് മുതൽ ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നാൽ പണ്ട് ചെയ്തു വന്നിരുന്ന പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവൾ പറഞ്ഞ ഇതാണ്, കർത്താവേ ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഞാനൊരു നായയാണ്, എനിക്കിന്ന് അവകാശമില്ല. ഞാൻ തെറ്റുകൾ തന്നെ വീണ്ടും തന്നെ ചെയ്ത തെറ്റുകൾ തന്നെ പിന്നെ ചെയ്യണതാണ്. പക്ഷേ ഇനി ഞാൻ ഞങ്ങൾക്ക് ഒരു അവകാശമുണ്ടല്ലോ നിൻ്റെ മുമ്പിൽ. അപ്പോൾ എല്ലാം സമ്മതിക്കും, തൻ്റെ അവസ്ഥകളെ സമ്മതിക്കും, അത് തിരിച്ചറിയും. ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കണമല്ലേ പ്രശ്നം. നമ്മൾക്ക് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നല്ലേ എല്ലാവരും പറയണത്. അതാണ് കുഴപ്പം മുഴുവനും. ഉടമ്പടിയുടെ കുഴപ്പമെന്ന് പറയുന്ന ബോധ്യം. നാലാമത്തെ ബോധ്യം എന്താണ്? ഞാൻ ഓക്കെയാണ്. എന്നെക്കാൾ വിശുദ്ധനോ എന്നെക്കാൾ നല്ല മനുഷ്യനോ ലോകത്തില്ല. അപ്പം നമ്മളുടെ വശം നീതീകരിച്ചു കൊണ്ട് അവസാനം വരെ നമ്മൾ നിൽക്കും. എല്ലാവരുടെ സംസാരം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവരുടെ സംസാരത്തിലും ഈ സ്വയം നീതീകരണം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അനുതാപമില്ലാത്ത അവസ്ഥ തന്നെയാണ്. സ്വയം നീതീകരിക്കണം. പക്ഷേ നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാരെന്നാണ്. നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാർ. പക്ഷേ കാര്യം എന്താ പറയണത്? ഞാൻ ഓക്കെ അല്ല കർത്താവേ, അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ ശരിയാണ്. മറിയവും ഈ അനുതാപത്തിലേക്ക് ആ കാനംകാരി കടന്നു വന്നപ്പോഴാണ് മക്കളുടെ അപ്പം എടുത്ത് അവൾക്ക് കൊടുത്തത്. നിത്യജീവൻ ഉൾപ്പെടെയുള്ള ദൈവാനുഗ്രഹങ്ങളിലേക്ക് അവളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം. ഇപ്പോൾ എന്തുമാത്രം നോൺ ക്രിസ്ത്യൻസാണ് ഉടമ്പടി എടുക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്? നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സ്ഥലം വിൽക്കാനാണ് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടതെന്ന്? നിങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിനും പങ്കാളികളായിട്ട് ഉടമ്പടിയിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ടെങ്കിൽ ദൈവിക ലക്ഷ്യമെന്ന് തിരിച്ചറിയണം. എന്താണ് കാര്യം? നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിത്യത വരെ അങ്ങോട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, കർത്താവേ അനുതാപത്തിന്റെ നീണ്ട സമയ സഞ്ചാരങ്ങളിലെ നിത്യത വരെ ജീവിക്കുവാൻ അങ്ങയോടൊത്ത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ.